ഇന്ന് തിങ്കളാഴ്ചയല്ലേ, തിങ്കളാഴ്ച സാധാരണ മഹാദേവനെയാണ് കൂടുതൽ പൂജിക്കാറ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റ് കാണും, ചിലപ്പോൾ തെറ്റ് കാണത്തില്ല. നമ്മൾ അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ പറയാം, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാം. ഇതിനെല്ലാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ക്ഷമ ചോദിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ശിവ ക്ഷമാപണ മന്ത്രം എന്നാണ് ആ മന്ത്രത്തിന് പറയുന്നത്. ഇതിൻ്റെ തന്നെ വലുതുമുണ്ട്, ശിവ ക്ഷമാപണ സ്തോത്രം. അത് വലിയതുണ്ട്. നമ്മൾ ചെറുത് എൻ്റെ കാര്യമാണ് പറയുന്നത്. ശ്രീ ശങ്കരാചാര്യരാണ് ഇത് രചിച്ചത്. ചില വരികളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. പലരും പല വരികളാണ് ഉപയോഗിക്കുന്നത്. എന്നാലും നമുക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് നോക്കാം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ജയ ജയ ശംഭോ ശ്രീ മഹാദേവ ശംഭോ. കരചരണകൃതം വാ. കര എന്ന് പറഞ്ഞാൽ കൈ, ചരണം കാല്, കൈകാലുകൾ കൊണ്ട് എന്തെങ്കിലും പ്രവൃത്തികൾ, അത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. കായജം കർമ്മജം വാ. നമ്മുടെ പ്രവൃത്തികളില്ലേ, അത് നമ്മുടെ ശരീരം കൊണ്ടുള്ള എന്തെങ്കിലുമുള്ള പ്രവൃത്തികൾ കൊണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പാപം വന്നിട്ടുണ്ടെങ്കിൽ അതും ക്ഷമിക്കണേന്ന്. ശ്രവണനയനയജം വാ മാനസം വാ പരാധം. അതായത് കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചെവി കൊണ്ടോ, അതുപോലെ ചെവിയിൽ കൂടെ എന്തെങ്കിലും പാപങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലോ, കണ്ണുകൾ കൊണ്ട് എന്തെങ്കിലും പാപങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ അതെല്ലാം ക്ഷമിക്കണേന്ന്. വിഹിതം അഹിതം വാ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അത് അറിയാതെ പറ്റിപ്പോയതോ ആയിട്ടുള്ള പാപങ്ങളും. ഇത് തന്നെ മറ്റു ചില പണ്ഡിതർ പറയുന്നത് വിദിതം അവിധം വാ. ഏത് തന്നെ ആയാലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ എന്നാണ് അർത്ഥം. സർവമേധ സമസ്യോ എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകളും, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ക്ഷമിക്കണേന്ന്. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ എന്നും പറയും. ശിവശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ എന്നും പറയും. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനോട് ക്ഷമ ചോദിക്കുകയാണ്. ആ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോട്ടെങ്കിൽ ക്ഷമിക്കണേന്ന് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് ഉറക്കം വരാത്തവരാണ് ചെല്ലേണ്ടതെന്ന് പറയുന്നെങ്കിലും എല്ലാവർക്കും ചെയ്യാം. ഭഗവാനോട് ക്ഷമ ചോദിക്കാം. ഞാനൊക്കെ ആണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് നമുക്ക് അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഇത് ചെല്ലാറുണ്ട്. അത് തെറ്റാണോ ശരിയാണോ ഒന്നും അറിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ ചുമ്മാതെ പറയാം, അല്ലെങ്കിൽ നല്ല ഈണത്തിൽ ചൊല്ലാം. നമ്മുടെ ഇഷ്ടമാണ് അതെല്ലാം. വലിയ തെറ്റുകളൊന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഉറക്കം വന്നില്ലെങ്കിൽ തന്മേ മന ശിവ സങ്കല്പമസ്തു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ഉറക്കം വരുമെന്നാണ് പറയുന്നത്. അത് ഉറക്കം കിട്ടാത്തവരാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കിടന്ന് അവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെയുള്ളവരും ഉണ്ടെന്ന് പറയുകയാണ്. പക്ഷേ ഉറക്കം കിട്ടാത്തവർ പണ്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പം അത്രയും ഉണ്ടോ എന്ന് അറിയത്തില്ല. അവർക്ക് ചൊല്ലി നോക്കാം. പിന്നെ ക്ഷമ ചോദിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുക. ഈ കാണുന്ന ഫോട്ടോകളെല്ലാം നമ്മൾ വേറുള്ളവരോട് ഉപയോഗിക്കുമല്ലേ, അത് തെറ്റാണെങ്കിൽ അതും ഭഗവാൻ ക്ഷമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതിനെല്ലാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചെറുതായാലും വലുതായാലും ഉള്ള തെറ്റുകളെല്ലാം ക്ഷമിച്ച് മാപ്പരളയണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും രാത്രി ഇങ്ങനെ ചൊല്ലിവെച്ച് കിടക്കുമ്പോൾ നമുക്ക് വലിയൊരു മനസ്സിനൊരു സമാധാനം കിട്ടുമെന്നാണ് പറയാറ്. ഏത് ഭഗവാനായാലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കുമെന്ന് സംശയമാണ്. എന്നെങ്കിലും അതിൻ്റെ ആ ശക്തി ഒന്ന് കുറച്ച് തരും, അത്രയും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ നമ്മുടെ പൂർവ്വീകരെങ്ങാനും വലിയ വലിയ തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടോ. അങ്ങനെ ഓർത്തുകൊണ്ടും ചിലപ്പോഴൊക്കെ ഈ മന്ത്രം ജപിക്കാറുണ്ട്. അതിന് കൃത്യമായ സമയമൊന്നും നോക്കാറില്ല. എങ്കിലും ചെല്ലേണ്ടത് രാത്രിയിൽ പല്ലൊക്കെ തേച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കിടക്കയിലിരുന്നുകൊണ്ടാണെന്നാണ് പറയാറ്. മനസ്സിനെ ഒത്തിരി സമാധാനവും ഇല്ലാത്തവരൊക്കെ കാണത്തില്ലേ, അങ്ങനെയുള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കാം. നമുക്കൊരു മനസമാധാനം കിട്ടുന്ന കണക്ക് തോന്നുകയാണെങ്കിൽ തുടർന്ന് ചെല്ലാം, അല്ലെങ്കിൽ വേണ്ട. എങ്ങനെയായാലും നമ്മൾ വളരെ കാലമായി പിന്തുടർന്നു കൊണ്ടിരുന്ന പ്രാർത്ഥനകളൊക്കെ ഇല്ലേ, അത് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു നല്ലതാണ് ഉള്ളതെങ്കിൽ അതൊന്നും മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. പുതിയത് കാണുമ്പോൾ പഴയത് ഉപേക്ഷിക്കരുതെന്നർത്ഥം. ഓം നമഃ ശിവായ.